നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2024 എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബി.ഫാം, ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന വിധം. വെബ്സൈറ്റ് cee.kerala.gov.in. കീം 2024 എന്ന ലിങ്ക് വഴിയാണ് നാം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷയ്ക്ക് മുമ്പായി നാം തയ്യാറാക്കേണ്ട കാര്യങ്ങൾ: ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും. നമുക്ക് മൊബൈൽ നമ്പറിൽ OTP വന്നതിന് ശേഷം ആ OTP എൻ്റർ ചെയ്താണ് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ലൈവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ ലൈവായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. ഫോട്ടോ 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്. 100 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റിലാണ് ഫോട്ടോ സോഫ്റ്റ് കോപ്പിയായി തയ്യാറാക്കേണ്ടത്. സിഗ്നേച്ചർ 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമുള്ള ഒരു JPEG ഫോർമാറ്റ്, അതും 100 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റിൽ. ഫോട്ടോയും സിഗ്നേച്ചറും സോഫ്റ്റ് കോപ്പിയായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവണം. കീം 2024 ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട, എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ, സിഗ്നേച്ചർ, അടുത്തതായിട്ട് ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ് 500 കിലോബൈറ്റ്സ് താഴെയുള്ള PDF ഫോർമാറ്റിൽ. അതുപോലെ തന്നെ പ്രൂഫ് ഫോർ നേറ്റിവിറ്റി, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ. കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ പാസ്പോർട്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ കീം 2024 നേറ്റിവിറ്റിയായി അപ്ലോഡ് ചെയ്യാം. കാൻഡിഡേറ്റ് കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്ന് കാണിക്കുന്ന പേരൻസിൻ്റെ പാസ്പോർട്ടോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ, അതോടൊപ്പം തന്നെ ബന്ധം കാണിക്കുന്നതിന് കുട്ടിയുടെ 10ാം ക്ലാസ്സോ കുട്ടിയുടെ പാസ്പോർട്ടോ അറ്റാച്ച് ചെയ്ത് ഒരൊറ്റ PDF രൂപത്തിലുള്ളതോ, അല്ലെങ്കിൽ കീം 2024 പ്രോസ്പെക്ടസിൽ നിന്ന് ലഭിക്കുന്ന കേരളൈറ്റ്സ് എന്ന് പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്ന് മേടിക്കുന്ന സർട്ടിഫിക്കറ്റോ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു എന്ന് +2 പ്രിൻസിപ്പിൾ കാണിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ ഫോർമാറ്റ് വെബ്സൈറ്റിലുണ്ട്. അത് അപ്ലോഡ് ചെയ്താലും കേരളൈറ്റ് എന്നുള്ള റിസർവേഷൻ ലഭിക്കും. പക്ഷേ അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിക്കുകയില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും 500 കിലോബൈറ്റ്സിൽ താഴെയുള്ള PDF ഫോർമാറ്റിൽ. മൂന്നാമതായിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പി, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ 500 കിലോബൈറ്റ്സിൽ താഴെയുള്ള PDF ഫോർമാറ്റിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എന്നിവയാണ് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് ഏപ്രിൽ 17ാം തീയതിക്കുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ജനറൽ ആയിട്ടുള്ള യാതൊരുവിധ റിസർവേഷനുകളും, കമ്മ്യൂണിറ്റി റിസർവേഷനോ, സ്പോർട്സ്, എക്സ് സർവീസ്മെൻ, മൈനോറിറ്റി, NRI അങ്ങനെ മറ്റ് യാതൊരുവിധ റിസർവേഷനുകളും അപ്ലോഡ് ചെയ്യേണ്ടാത്തവർക്ക് മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രം, ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും, നേറ്റിവിറ്റി എന്ന് പറയുന്ന കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഏത് രേഖയും, അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും അപ്ലോഡ് ചെയ്താൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അതല്ലാതെ റിസർവേഷൻ വിഭാഗത്തിൽ ഏതെങ്കിലും റിസർവേഷൻ കിട്ടുന്നവർ മാത്രമാണ് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഏപ്രിൽ 24ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയം അനുവദിച്ചിരിക്കുന്നത്. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത്, EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസീൽദാരിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അങ്ങനെ ഏതെങ്കിലും നമ്മളുടെ ജാതി ഉപജാതി വിഭാഗങ്ങളെ കാണിക്കുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, NRI സർട്ടിഫിക്കറ്റ് കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും BDSൻ്റെ സ്വകാര്യ ദന്തൽ കോളേജുകളിലും NRI സീറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ NRI റിസർവേഷന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപേക്ഷയ്ക്കോടൊപ്പം നമ്മെ കരുതാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ മുഖാന്തരം മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ വിഭാഗത്തിന് മാത്രമാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ പരീക്ഷകൾ പ്രത്യേകിച്ച് യാതൊന്നും എഴുതണ്ടാത്തത് കൊണ്ട് 625 രൂപയും SC വിഭാഗത്തിന് 280 രൂപയുമാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. മെഡിക്കൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ വിഭാഗത്തിന് പ്രത്യേക പ്രവേശന പരീക്ഷ എൻട്രൻസ് കമ്മീഷൻ നടത്താത്തത് കൊണ്ടാണ്
എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേക ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫീസോ ഉണ്ടായിരിക്കുകയില്ല. 625 രൂപ മാത്രം അടച്ചാൽ മതിയാകും. എന്നാൽ ആ കുട്ടിക്ക് തന്നെ എഞ്ചിനീയറിങ്ങോ ബി.ഫാമിനോ അപേക്ഷ ഒരൊറ്റ ആപ്ലിക്കേഷനോട് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മെഡിക്കൽ ഇല്ലാതെ എഞ്ചിനീയറിങ്ങിനോ ബി.ഫാമിനോ മാത്രമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. അതിന് 875 രൂപയായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് കൂടുതലുള്ളതിൻ്റെ കാരണം എഞ്ചിനീയറിങ്ങിനും ബി.ഫാമിനും കേരള എൻട്രൻസ് കമ്മീഷണർ ജൂൺ 1 മുതൽ 9 വരെ പ്രത്യേക പ്രവേശന പരീക്ഷ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. 875 രൂപയായിരിക്കും ഫീസ്. SC വിഭാഗത്തിന് 375 രൂപയായിരിക്കും ഫീസ്. എന്നാൽ ST വിഭാഗത്തിന് യാതൊരുവിധ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല. OBC EWS വിഭാഗങ്ങൾ ജനറൽ വിഭാഗത്തിൻ്റെ ഫീസ് തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. എഞ്ചിനീയറിങ്ങിൻ്റെയും ബി.ഫാമിൻ്റെയും ഓൺലൈൻ എക്സാം കേരളത്തിന് പുറത്ത് ഡൽഹി, മുംബൈ പോലുള്ള സ്ഥലങ്ങളിലാണ് എഴുതുന്നതെങ്കിലും ഇതേ ആപ്ലിക്കേഷൻ ഫീസ് തന്നെയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് ദുബായിലാണ് എഞ്ചിനീയറിംഗ് ബി.ഫാം ഓൺലൈൻ എക്സാം എഴുതുന്നതെങ്കിൽ 15,000 രൂപയായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ്. ഏറ്റവും പ്രധാനമായിട്ട് 5 സ്റ്റെപ്പുകൾ അടങ്ങിയതാണ് കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ. ആദ്യത്തെ പ്രോസസ്സ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിലെ പോലെ തന്നെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ OTP വരികയും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും ചെയ്യുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സ്. വിവിധ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവർക്കും വിവിധ സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ട കുട്ടികൾക്കും രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമയിൽ കയറി സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്ക് വഴി ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ. മൂന്നാമതായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട സ്റ്റെപ്പ്. ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ട 4ാമത്തെ സ്റ്റെപ്പ്. അക്നോളജ്മെൻറ്റ് ഏപ്രിൽ 17 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്നിവയാണ് ആപ്ലിക്കേഷൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയുടെയും റിസർവേഷൻ്റെയും എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാം. അത് ആ സമയത്ത് ലഭിച്ചില്ല എങ്കിൽ അപ്ലോഡ് ചെയ്യാൻ 24 വൈകുന്നേരം 5 മണി വരെ സാവകാശവും ലഭിക്കും. കീം 2024 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വിധം. കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ പ്രോസ്പെക്ടസ് ഉണ്ട്. പുതിയ നോട്ടിഫിക്കേഷനുകൾ വരുന്ന ലിങ്ക് ഉണ്ട്. ആപ്ലിക്കേഷന് മുമ്പ് വേണ്ട റിക്വസ്റ്റ്, പ്രീ റിക്വസ്റ്റുകൾ, അപ്ലൈ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട സെക്ഷൻ, അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയുടെയും സിഗ്നേച്ചറുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ഡീറ്റെയിൽസ്, ഏതെങ്കിലും തരത്തിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നുപോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന ലിങ്കുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ഹിയർ. ഒരിക്കൽ മൊബൈലിലോ ആപ്ലിക്കേഷൻ നമ്പർ വന്ന പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് 2024 ഡിസംബർ അവസാനം വരെ നമുക്ക് ഓരോ കോളേജിലും പ്രവേശനം കിട്ടുന്നത് വരെ ഏറ്റവും അധികം കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു കാൻഡിഡേറ്റ് പോർട്ടലാണ് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായി ഓർത്തു വെക്കുക. പാസ്വേഡ് നമുക്ക് തന്നെ അറിയാം, ആൽഫ ന്യൂമറിക്കാണ്. നമ്മൾ തന്നെ രജിസ്ട്രേഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ SMS വഴി നമുക്ക് വിൻഡോയിൽ വഴിയും നമുക്ക് ലഭിക്കുന്നതുമാണ്. രജിസ്ട്രേഷൻ ഹിയർ. ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി ഏപ്രിൽ 17 റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ 24 വരെ സമയമുണ്ട്. നിർബന്ധമായും നമ്മൾ ആദ്യം പറഞ്ഞ 5 ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും 10ാം ക്ലാസ്സിൻ്റെ പ്രൂഫും അപ്ലോഡ് ചെയ്ത് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എടുക്കേണ്ടത് ഏപ്രിൽ 17 അതിനുശേഷം കമ്മ്യൂണിറ്റി വെച്ച് റിസർവേഷൻ വെച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് 24 വരെ സമയം അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ പോലെ ഇതിനകത്ത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വരില്ല. JEE മെയിൻ ആണെങ്കിലും നീറ്റ് ആണെങ്കിലും CUET ആണെങ്കിലും ഒക്കെ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡേറ്റ് തീർന്നതിന് ശേഷം നമ്മളുടെ ആപ്ലിക്കേഷനിൽ വന്ന തെറ്റുകൾ തിരുത്തുവാനായിട്ട് നമുക്ക് ഒരാഴ്ച സമയം അനുവദിച്ചിരുന്നു. എന്നാൽ അങ്ങനെ പേഴ്സണൽ പർട്ടിക്കുലർ എഡിറ്റിംഗ് ആയിട്ട് കീം വിൻഡോയിൽ വരികയില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നാൽ അത് തിരുത്തുവാനായിട്ട് നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രോസ്പെക്ടസ് കൃത്യമായി വായിച്ചിരുന്നു.
നമുക്ക് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ലൈവായിട്ടുള്ളതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും റെഡിയാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ സോഫ്റ്റ് കോപ്പി നമ്മുടെ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് 2024 മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല. അതായത് ഒരു കുട്ടിക്ക് തന്നെ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ബിഫാമിനും ആർക്കിടെക്ചറിനും അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാവൂ. മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ഇനി അല്ലെങ്കിൽ ബിഫാമിനോ ആർക്കിടെക്ചറിനോ ഏതിന് വേണമെങ്കിലും ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുക. എന്തെങ്കിലും തെറ്റും വന്നു എന്ന് വിചാരിച്ചും വേറെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. ഒരു കുട്ടിയുടെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാകാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡാറ്റാബേസ് എല്ലാം തന്നെ ക്ലിയർ ആണ് എന്നുള്ളതിൻ്റെ പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ. കാൻഡിഡേറ്റിൻ്റെ പേര് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് 10ാം ക്ലാസ്സിൽ കിടക്കുന്നത് പോലെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, കാൻഡിഡേറ്റിൻ്റെ പേര് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച്, ഡേറ്റ് ഓഫ് ബർത്ത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച്, മൊബൈൽ നമ്പർ കാൻഡിഡേറ്റിൻ്റെ പേരൻറ്റിൻ്റെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ തന്നെ മൊബൈൽ നമ്പർ. ഈ മൊബൈലിലോട്ട് ഇപ്പോൾ തന്നെ ഒരു OTP വരുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ മൊബൈൽ നമ്മളുടെ അടുത്തുണ്ടാവണം. ഇമെയിൽ ഐ ഡിയിൽ പ്രത്യേകിച്ച് യാതൊരുവിധ OTP നോട്ടിഫിക്കേഷൻ വരുന്നതല്ല. ഇമെയിൽ ഐ ഡി ലൈവ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പാസ്വേഡ് ആൽഫ ന്യൂമറിക്ക് ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു നമ്പർ, ഒരു സിമ്പൽ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അടങ്ങുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് കടന്നാൽ നമുക്ക് പ്രിവ്യൂ നമ്മളുടെ പേരും ഡീറ്റെയിൽസും ആദ്യം ഡിസ്പ്ലേയിൽ വരുന്നതായിരിക്കും. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ടത്. ഇത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പ്രിവ്യൂ വരും. ആ പ്രിവ്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ OTP വരുന്നു. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുകയായി. രജിസ്റ്റർ ചെയ്യുമ്പം നമ്മുടെ പ്രിവ്യൂ വന്നു. ഈ പ്രിവ്യൂ വന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനാവുകയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനൊരു പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ കറക്ഷൻ വിൻഡോ ഇല്ല. ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കറക്ഷൻ വിൻഡോ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രിവ്യൂ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ പേരിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാവുള്ളൂ. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ OTP വരികയും നമുക്ക് OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായിരിക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോയിലാണ് നമ്മൾ എത്തുന്നത്. നമുക്ക് ഇടത്ത് സൈഡിൽ പേരും ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ട്. ഇതാണ് ഡൗൺലോഡ് പെർഫോമുകൾ. നമുക്ക് കേരളൈറ്റ് എന്നുള്ളതിൻ്റെ പെർഫോമയോ അല്ലെങ്കിൽ OBC നോൺ ക്രിമി ലെയറോ ഇൻകം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ റിസർവേഷനോ EWS സർട്ടിഫിക്കറ്റോ ഏത് ഫോർമാറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പാസ്വേഡ് ചേഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ ചേഞ്ച് പാസ്വേഡ് ഉണ്ട്. ഇവിടുത്തെ ഈ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏപ്രിൽ 17-ാം തീയതിക്കുള്ളിൽ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് വരെ നിർബന്ധമായും എത്തിയിരിക്കണം. അതിനുശേഷം നമുക്ക് റിസർവേഷൻ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ സാവകാശം അനുവദിക്കുകയുള്ളൂ. ഡൗൺലോഡ് പെർഫോമകൾക്കകത്ത് എന്തെല്ലാം എന്ന് കൂടി പരിശോധിക്കാം. ഡൗൺലോഡ് പെർഫോമൻസിൽ കൂടി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണുള്ളതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. കേരളൈറ്റ്സ് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച പ്രൂഫിലോ നമുക്ക് പോരായ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേരുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഈ കേരളൈറ്റ്സ് എന്ന് പറയുന്ന പെർഫോമ ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഒപ്പിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അച്ഛനോ അമ്മയോ ആണ് കേരളത്തിൽ ജനിച്ചതെങ്കിലും ഈ കേരളൈറ്റ്സ് എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് കേസ് എനി ഓഫ് ദ പേരൻസ് ആർ ബോൺ ഇൻ കേരള, അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്ന രേഖ വില്ലേജ് ഓഫീസറിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ച് അപ്ലോഡ് ചെയ്താലും കേരളൈറ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മളെ പരിഗണിക്കും. ഇനി കേരളൈറ്റ്സ് 1, അതായത് 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ച കുട്ടികൾ, അതായത് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 11, 12 മാത്രമേ കേരളത്തിൽ പഠിച്ചിട്ടുള്ളെങ്കിൽ, ഇല്ലെങ്കിൽ കേരളത്തിലേ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിലൊക്കെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പ്രവേശനം കിട്ടണമെങ്കിലൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് ഇത് EWS റിസർവേഷൻ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാനായിട്ട് ഇത് EWS സർട്ടിഫിക്കറ്റ് പെർഫോമ ഇതിനകത്താണ് വില്ലേജ് ഓഫീസർ തരേണ്ടത്. ഇത് വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം. SCO STO നമ്മുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലാണെങ്കിലുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ്, അച്ഛനോ അമ്മയോ
ആരെങ്കിലും ഒരാൾ SCO STO വിഭാഗത്തിലാണെങ്കിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ജനറലും OBC ഒന്നും ആണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. എക്സ് സർവീസ്മാൻ ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യേണ്ട എക്സ് സർവീസ്മാൻ സർട്ടിഫിക്കറ്റ് DK വിഭാഗം യുദ്ധസമാന സാഹചര്യത്തിൽ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കായിട്ടുള്ള സീറ്റിന് വേണ്ടി ഓഫീസിൽ നിന്ന് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആർമി വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടവരുടെ മക്കളാണെങ്കിൽ HR എന്ന വിഭാഗത്തിൽ റിസർവേഷൻ കിട്ടാനുള്ള വിഭാഗം, ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആ ഓഫീസിൽ നിന്നും കമാൻഡിനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കേണ്ട SD എന്നുള്ള സർട്ടിഫിക്കറ്റ്, പാരാമിലിറ്ററി ആണെങ്കിൽ RP എന്നുള്ള റിസർവേഷൻ കിട്ടാനുള്ള ഫോം, കേരളത്തിലെ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കേരളത്തിൽ നേഴ്സിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നേഴ്സിനായിട്ടുള്ള MBBSൻ്റെ ഒരു സീറ്റിൽ കിട്ടാനുള്ള NQ എന്നുള്ള കാറ്റഗറി, അതുപോലെ കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് റിസർവേഷൻ കിട്ടാനുള്ള അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ള സംവരണം കിട്ടാനായിട്ട്, ഫിഷർമാൻ ആണെങ്കിൽ CF ഫിഷറീസ് എന്നുള്ള കോഴ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ളത്, ഇത് സെൽഫ് ഫിനാൻസിങ് മേഖലയോ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഫീസ് കൺസെഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് FM, സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റാണിത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് വീണ്ടും അത് യഥാർത്ഥ ഓതറൈസ്ഡ് പേഴ്സണെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിലേക്കൊന്നും പോകണ്ട, നേരെ നമുക്ക് രണ്ടാം ഘട്ടം ഫിൽ ദ ആപ്ലിക്കേഷൻ. നമുക്ക് 4 കോഴ്സുകൾക്കാണ് ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, ഫാർമസി. നീറ്റ് എഴുതുകയും കേരളത്തിലെ MBBSൻ്റെയും വെറ്റിനറി, അഗ്രികൾച്ചർ, മെഡിക്കൽ പ്രവേശനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂവെങ്കിൽ മെഡിക്കൽ എന്ന് സെലക്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ എൻട്രി ചെയ്യേണ്ടതായിട്ടില്ല. ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻട്രി ചെയ്ത് കൊടുത്താൽ മതിയാകും. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് പ്രിൻ്റ് അക്നോളജ്മെൻ്റ് എടുത്താൽ മാത്രം മതിയാകും. എന്നാൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം കിട്ടാനായിട്ട് ജൂൺ 1 മുതൽ 9 വരെയുള്ള എഞ്ചിനീയറിംഗിന് മാത്രമാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ നമ്മൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുകയും ജൂൺ 1-ാം തീയതി പരീക്ഷ എഴുതുകയും അതിനുശേഷം +2 റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരും. ഒരു കുട്ടിക്ക് എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും വേണമെങ്കിൽ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാം. അദ്ദേഹം തന്നെ നാറ്റയുടെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറിനും സെലക്ട് ചെയ്യാം. BPharm ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പ്രവേശന പരീക്ഷ ജൂൺ 1 മുതൽ 9 വരെ നടക്കുന്നുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ BPharmഉം സെലക്ട് ചെയ്യാം. ഒരു കുട്ടിക്ക് ഈ 2024-25 ഏതൊക്കെ കോഴ്സുകൾക്ക് പ്രവേശനത്തിന് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അതിനെല്ലാത്തിനും തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിൽ മെഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ ഓർക്കുക, എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാനായിട്ടുണ്ടാവില്ല. ഇനി എഞ്ചിനീയറിംഗ് എന്നാണ് വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് NRI, കാരണം എഞ്ചിനീയറിങ്ങിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ NRI അതാത് കോളേജുകൾ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് NRI സെലക്ട് ചെയ്യാനുണ്ടാവില്ല. അതുപോലെ തന്നെ മെഡിക്കലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ മൈനോറിറ്റിയും NRIയും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ടാവുകയുള്ളൂ. സേവ് ആൻഡ് പ്രൊസീഡ്. എല്ലാവരും എല്ലാം സെലക്ട് ചെയ്യണം, എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്യണമെന്നില്ല. അവനവന് പ്രവേശനം ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. എഞ്ചിനീയറിംഗ് വിഭാഗമാണെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ BPharmോ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ വരികയുള്ളൂ. എഞ്ചിനീയറിങ്ങിനും BPharമിനും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എക്സാം സെൻറ്റർ കേരളത്തിന് പുറത്താണെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാം. ദുബായ് ഒക്കെ ആണെങ്കിലും അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് ദുബായിലാണെങ്കിൽ 15,000 രൂപയായിരിക്കും. എന്നാൽ ഡൽഹിയിലോ മുംബൈയിലോ ആണെന്നുണ്ടെങ്കിൽ 825 മാത്രം അടച്ചാൽ മതിയാകും. നമുക്ക് കേരളത്തിലാണ് എക്സാം സെൻറ്ററെങ്കിൽ 4 പ്രിഫറൻസ് ചോയ്സാണ് കൊടുക്കേണ്ടത്. കേരളത്തിലെ 4 ഡിഫറൻറ്റ് സെൻറ്ററുകളാണ് ഉണ്ടാവുക. ഏത് വേണമെങ്കിലും നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള 4 എണ്ണം ഓപ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ സെൻറ്ററുകൾ തന്നെ 100% നമുക്ക് അനുവദിക്കും. എഞ്ചിനീയറിംഗ് പുതിയ രീതിയിൽ ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ഈ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ മോക്ക് ടെസ്റ്റ് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ടതായിട്ടൊന്നുമില്ല. സേവ് ആൻഡ് പ്രൊസീഡ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള ചോദ്യം. ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നാഷണാലിറ്റി, അതുപോലെ തന്നെ കേരളൈറ്റിനകത്ത് ഏത് വിഭാഗമാണെന്നുള്ളത്. ആ കുട്ടി അല്ലെങ്കിൽ അച്ഛനമ്മ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കേരളൈറ്റാണ് നമ്മൾ. അതുപോലെ കുട്ടിയുടെ ആധാർ നമ്പർ മാൻഡേറ്ററി അല്ല. ആധാർ ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ ആധാർ വെരിഫൈ ചെയ്യുകയോ മൊബൈലോട്ട് OTP വരികയോ ഒന്നും ചെയ്യുകയില്ല. ആധാർ നമ്പർ തന്നെ നിർബന്ധമല്ല. ആസ്ട്രിക് സൈൻ ഇല്ല. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ എൻട്രി ചെയ്യുക. അച്ഛൻ്റെയും അമ്മയുടെയും സെപ്പറേറ്റ്
എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ഒക്കെ കുട്ടിയുടെ 10ാം ക്ലാസ്സിൽ കിടക്കുന്ന പോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് അച്ഛൻ്റെയും അമ്മയുടെയും സർട്ടിഫിക്കറ്റിൽ കിടക്കുന്ന പോലെയല്ല, കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ കിടക്കുന്ന പോലെ വേണം അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ. പേര്, അതുപോലെ ഏത് ജില്ലയിലാണ് ജനിച്ചത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് ജോലി, ഗാർഡിയനായിട്ട് അച്ഛനാണോ അമ്മയാണോ, അത് ആർക്ക് വേണമെങ്കിൽ വെക്കാം, അതിന് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നുമില്ല. ആരാണ് ഗാർഡിയൻ എന്നുള്ളത് കൊടുക്കുന്നു. ഗാർഡിയനുമായിട്ടുള്ള ബന്ധം, അവിടെ സാധാരണ എല്ലാവരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ എന്നുള്ളതാണ്. അച്ഛൻ്റെ പേര് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾ ഫാദർ എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. ഓൾട്ടർനേറ്റീവായിട്ട് വേറൊരു മൊബൈൽ നമ്പർ, നമ്മൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് അതിനകത്ത് OTP വന്നിട്ടാണ് എൻ്റർ ചെയ്തത്. ഇതൊരു മറ്റൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പർ. അതുപോലെ നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ്, പിന്നെ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ്. ഇവിടെ നമുക്ക് എക്സാം സെൻറ്ററിൻ്റെമായിട്ടുള്ള യാതൊരു ബന്ധവുമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ആധാറിലുള്ളതോ 10ാം ക്ലാസ്സിലുള്ളതോ അല്ലെങ്കിൽ പുതിയൊരു അഡ്രസ്സോ, നിങ്ങൾക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന അഡ്രസ്സ് ഏതാണോ അത് എൻ്റർ ചെയ്യുന്നതാണ് ഉചിതം. നോൺ ക്രിമിലിയർ, EWS, SC ST, മൈനോറിറ്റി അതുപോലെ സർട്ടിഫിക്കറ്റുകൾ വെക്കുമ്പോൾ അതിനകത്തുള്ള അഡ്രസ്സ് ഏതാണോ വരുന്നത് അത് തന്നെ പെർമനൻ്റ് അഡ്രസ്സിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും അക്കാഡമിക് ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റിൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസിൻ്റെ പേജിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യം ഏതാണ് നമ്മളുടെ യോഗ്യത, പ്ലസ് ടു ഓർ ഈക്വലിന് നമ്മൾ കൊടുക്കുന്നു. പാസ്സാണോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഈ വർഷം ബോർഡ് എക്സാം എഴുതിയവരാണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുന്നു. +2ൻ്റെ റോൾ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ഏത് സിലബസിലാണ് പഠിക്കുന്നതെന്ന് കൊടുക്കുന്നു. +2ൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യണം. മെഡിക്കൽ എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യം. മെഡിക്കൽ എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചോദ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ ഉണ്ടാവുകയില്ല. കാരണം ഇവിടെ സംസ്കൃതം പഠിച്ചവർക്ക് 5 മാർക്ക് കൂടുതൽ കിട്ടുകയും ആയുർവേദത്തിനായിട്ട് പ്രത്യേകം ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യേണ്ടത് കൊണ്ടാണ്. സംസ്കൃതം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ എന്ന് കൊടുക്കാം. ഇതിനു മുമ്പ് കീം അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം, നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അടുത്ത സ്റ്റെപ്പ്, ഇവിടെയാണ് സാധാരണ ജനറൽ വിഭാഗം അല്ലാത്ത വിഭാഗത്തിന് സംശയം തോന്നുന്നൊരു മേഖല, ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ജനറൽ ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ റിസർവേഷൻ അണ്ടർ EWS, SC BC, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, SC ST ഈ വിഭാഗത്തിലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു ഈഴവ വിഭാഗമാണ്, പക്ഷേ നോൺ ക്രിമിലിയർ കിട്ടുകയില്ലെങ്കിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. ഒരു മുസ്ലിമാണ്, നോൺ ക്രിമിലിയർ കിട്ടുകയില്ലെങ്കിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. ക്ലെയിം ചെയ്യുന്ന റിസർവേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്, നമ്മളുടെ ജാതി ഏതാണെന്നല്ല ചോദിക്കുന്നത്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന, നമുക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ജാതി ഏതെന്നാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. ഇഫ് എലിജിബിൾ EWS, സെലക്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. യു ഹാവ് എനി ക്ലെയിം ഇൻ കമ്മ്യൂണൽ റിസർവേഷൻ, സെലക്ട് ദ കമ്മ്യൂണൽ നെയിം. നമ്മളൊരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഈഴവ അല്ലെങ്കിൽ വിശ്വകർമ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ നെയിമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ജനറൽ ആണെന്നുണ്ടെങ്കിൽ ജനറൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ വിഭാഗമാണെങ്കിൽ നമ്മളുടെ ജാതിയുടെ ഉപജാതി ഏത് വിഭാഗമാണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാനായിട്ട് എല്ലാ വിഭാഗങ്ങളും ഇവിടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഏത് ജാതി വിഭാഗം സെലക്ട് ചെയ്താലും അതിന് കിട്ടുന്ന റിസർവേഷൻ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് OEC വിഭാഗത്തിലുള്ള ഒരാളാണ് ജാതി ഇവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ OEC കിട്ടുമോ ഇല്ലയോ എന്ന് കാണിക്കും. ഇത് മുസ്ലിം എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് മുസ്ലിം റിസർവേഷൻ കിട്ടും. നോൺ ക്രിമിലിയർ നിർബന്ധമായും അപ്ലോഡ് ചെയ്തിരിക്കണം. നോൺ ക്രിമിലിയർ കിട്ടാത്ത വിഭാഗമാണ്, മൈനോറിറ്റിയാണ് വേണ്ടതെങ്കിൽ അതിന് വേറെ ചോദ്യമുണ്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. നോൺ ക്രിമിലിയർ കിട്ടുകയില്ലെങ്കിൽ ദയവായിട്ട് ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ സെലക്ട് ചെയ്തും ഇവിടെ നമുക്കറിയാം അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിന് നമുക്ക് റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും ജാതി ഇവിടെ പ്രത്യേകം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് അച്ഛനോ അമ്മയോ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ആ റിസർവേഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ചോദിച്ചിരിക്കുന്നത്. അച്ഛൻ ജനറലും അമ്മ OBC റിസർവേഷനുമാണെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അച്ഛനോ അമ്മയോ SC യോ ST യോ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർ കാസ്റ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും യാതൊരുവിധ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇവിടെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ്, ഇപ്പം ജനറലും OBCയും ആണെങ്കിൽ ഇൻ്റർ കാസ്റ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല, പക്ഷേ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. കമ്മ്യൂണൽ റിസർവേഷൻ്റെ പേജാണ് ഏറ്റവും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്.
ജനറൽ ആണെങ്കിൽ നമുക്ക് നോർമലി ജനറൽ എന്ന് കൊടുത്താൽ പോയാൽ മതി. എന്നാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി റിസർവേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ടതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈ ആപ്ലിക്കേഷനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് എന്നൊരു വിൻഡോ ഉണ്ടാവുകയില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് തീർന്നതിന് ശേഷം ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ ഒരിക്കലും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് അതാത് റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ കാറ്റഗറിക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനുവദിക്കുന്നതുമാണ്. ഇതുവരെ നമ്മൾ കമ്മ്യൂണൽ റിസർവേഷനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതല്ലാതെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന റിസർവേഷനുകളാണ് അടുത്തത്. ഡിപ്ലോമ ഹോൾഡേഴ്സ്, VHSCയിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണെങ്കിൽ, DK വിഭാഗത്തിലാണെങ്കിൽ HR വിഭാഗം, RP വിഭാഗം, നമ്മൾ ആദ്യം ഡൗൺലോഡ് പെർഫോമയ്ക്കകത്ത് വായിച്ചതാണ്. SD വിഭാഗം, എക്സ് സർവീസ്മാൻ, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അടുത്ത വിൻഡോയിൽ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നിർബന്ധമായും അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് യാതൊരു പ്രയോറിറ്റിയും കിട്ടുകയില്ല. ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. യാതൊരുവിധ റിസർവേഷൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്പെഷ്യൽ റിസർവേഷനുകൾ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ്, NCC കോട്ട, +1 +2 NCC പഠിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, +1 +2 നമ്മൾ സ്പോർട്സ് ഇവൻസിൽ സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലോ ഇൻ്റർനാഷണൽ ലെവലിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് എന്ന് കൊടുക്കാം. ഒരു കുട്ടിക്ക് തന്നെ ഇതിനകത്ത് ഏത് റിസർവേഷനുകളും ക്ലെയിം ചെയ്യാം. കമ്മ്യൂണൽ റിസർവേഷനും കൊടുക്കാം, സ്പെഷ്യൽ റിസർവേഷനും കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. സ്പോർട്സ് കോട്ടയാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും കൂടെ സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുത്തു വേണം സ്പോർട്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുത്തുവാൻ. PWD വിഭാഗം 40% മുകളിൽ PWD വിഭാഗമാണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ജൂൺ ആദ്യത്തെ മാസം മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവേണ്ടതുണ്ടാവും. മൈനോറിറ്റി കോട്ട, ക്രിസ്ത്യനോ മുസ്ലിമോ ആണെങ്കിലാണ് മൈനോറിറ്റി വരുന്നത്. നമുക്ക് നോൺ ക്രിമിലെയർ ലഭിക്കുന്നവരാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ നമ്മൾ മൈനോറിറ്റിയിൽ വരും. നോൺ ക്രിമിലെയർ കിട്ടാത്തവരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് മേഖലയിൽ നമുക്കറിയാം മൈനോറിറ്റി ഇല്ല. പക്ഷേ സ്വകാര്യ മേഖലയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ റിസർവേഷനുണ്ട്. മുസ്ലിം വിഭാഗത്തിനും മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും മൈനോറിറ്റി സീറ്റുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. NRI റിസർവേഷൻ, കേരളത്തിൽ മെഡിക്കൽ വിഭാഗത്തിൽ മാത്രമേ MBBSനും BDSനും മാത്രമേ NRI കീം 2024 വഴിയുള്ളൂ. NRI വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ എസ് എന്ന് പറയണം. നമ്മളുടെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത്, അച്ഛൻ, അമ്മ അല്ലെ രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തിയുടെ പാസ്പോർട്ട്, വിസ, അഫിഡേവിറ്റ്, NRI സർട്ടിഫിക്കറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ എന്നിവ ഏപ്രിൽ 24 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്താണ് നമ്മളുടെ NRI ആരെ വെച്ചാണ് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്നാണ്, ആരാണ് നമ്മളെ NRI സ്പോൺസർ എന്നുള്ളതാണ് നമ്മളോട് ഒരു ചോദ്യം. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ്. ഇൻകം വെച്ചിട്ട് ബെനിഫിറ്റ് കിട്ടുന്നവർ മാത്രം ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. മെഡിക്കൽ വിഭാഗമാണെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ OEC വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. എഞ്ചിനീയറിംഗ് വിഭാഗമാണെങ്കിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത്, ആനുവൽ ഇൻകം കുറവുള്ളവർ, ആനുവൽ ഇൻകം 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ അതിൽ കുറവുള്ളവർ അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. എഞ്ചിനീയറിങ്ങിന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ഫീസ് വേവർ സ്കീം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വരുമാനം കുറവുള്ളവർ എല്ലാവരും തന്നെ, ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിങ്ങിന് നല്ലതാണ്. മെഡിക്കലിന് അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് OEC വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ആരെങ്കിലും അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഇവർ പറയുന്നുണ്ട് നോൺ ക്രിമിനൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ആൻറ്റിസിപ്പേറ്ററി ഇൻകം വെച്ചാൽ മതിയാകും. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻകം എത്രയാണെന്നുള്ളത് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മളുടെ ജില്ല, താലൂക്ക്, പഞ്ചായത്ത് എന്നിവ നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ടോട്ടൽ ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ ഡീറ്റെയിൽസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് ആൻറ്റിസിപ്പേറ്ററി ആയിട്ടൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ ജില്ലയും താലൂക്കും വില്ലേജും ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. ഈ സെക്ഷൻ ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് അലോട്ട്മെൻറ്റിനൊക്കെ ശേഷമുള്ള മിച്ചമുള്ള എമൗണ്ട് ഏത് അക്കൗണ്ടിലോട്ടാണ് റീഫണ്ട് ചെയ്യേണ്ടത്,
എഞ്ചിനീയറിങ്ങിനാണെങ്കിലും മെഡിക്കലിൻ്റെ ആണെങ്കിലും അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് അച്ഛൻ, അമ്മ, കുട്ടി ഈ 3 പേരിൽ ആരുടെ അക്കൗണ്ടിലോട്ടാണ് തിരികെ തരേണ്ടതെന്നുള്ളതാണ്. ഇത് മാൻഡേറ്ററി ആയിട്ട് എൻട്രി ചെയ്യേണ്ടതാണ്, ആരുടെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ്. റീഫണ്ടിന് വേണ്ടിയിട്ട് ലഭിക്കേണ്ട അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ്. നമ്മൾ ഏതൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏത് എക്സാം സെൻറ്റർ വെച്ചു. നമ്മൾ മെഡിക്കൽ മാത്രമേ വെച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ എക്സാം സെൻറ്റർ ഡിസ്പ്ലേയിലാവുകയില്ല. എന്താണ്? കീമിന് പരീക്ഷയില്ല. പരീക്ഷ ഏതാണ്? മെയ് 5-ന് നീറ്റാണ്. നീറ്റിനാണ് നമ്മൾ എക്സാം സെൻറ്റർ വെച്ചിട്ട് അവിടെ നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. ഇവിടെ എക്സാം സെൻറ്റർ ഡിസ്പ്ലേ ചെയ്യാത്തത് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നീറ്റ് വഴിയായിട്ടാണല്ലോ നമ്മളുടെ പരീക്ഷകൾ നടക്കുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് ഫൈനലൈസ് കൊടുക്കാം. എപ്പോഴും വീണ്ടും ഓർപ്പിക്കുകയാണ്, സേവ് ആൻഡ് ഫൈനൽ കൊടുക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാവൂ. ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഏതൊക്കെ കോഴ്സുകൾക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മെഡിക്കൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗും ബിഫാമും മാത്രമാണെങ്കിൽ, മെഡിക്കലും എഞ്ചിനീയറിംഗും ബിഫാമും ആർക്കിടെക്ചറും ഒക്കെ ഉണ്ടെങ്കിൽ 1125 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ട് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ. നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൂടിയോ ഡെബിറ്റ് കാർഡിൽ കൂടിയോ നെറ്റ് ബാങ്കിൽ കൂടിയോ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. ഈ രീതി മാത്രമേ ഉള്ളൂ. UPI പേയ്മെൻറ്റ് വന്നിട്ടില്ല. കാർഡ് പേ വെച്ചിട്ട് നമുക്ക് ഇന്ത്യൻ കാർഡോ വിദേശ കാർഡോ അടിച്ച് നമുക്ക് പേയ്മെൻറ്റ് അടിച്ച് അതിനുശേഷമാണ് നമ്മൾ ഇമേജുകൾ അപ്ലോഡ് ചെയ്യേണ്ട വിൻഡോയിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. 100 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്, ഫോട്ടോ 150, ഹൈറ്റ് 200 പിക്സലുകൾ വീതം, സിഗ്നേച്ചർ 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമുള്ള ഇമേജുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലേക്ക് കടക്കാം. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്യാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വരെ ഈ ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമേ ആസ്ട്രിക് സൈനുള്ളൂ. നിർബന്ധമായും അപേക്ഷിക്കേണ്ട എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട നേറ്റിവിറ്റി വരെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയും പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം. എന്നാൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളോ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളോ NRI ഒക്കെ സബ്മിറ്റ് കൊടുത്താൽ പോലും പിന്നീട് നമുക്ക് 24-ാം തീയതിക്കുള്ളിൽ വീണ്ടും ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുകയും അവ മാറ്റാൻ ആവശ്യത്തിന് സമയം തരികയും ചെയ്യും. കീം 2024 24-ാം തീയതിക്കുള്ളിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ മെയ് അവസാനത്തോടു കൂടി ആപ്ലിക്കേഷൻ്റെ വേരിഫിക്കേഷൻ്റെ റിസൾട്ട് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വരും. നമ്മളുടെ നേറ്റിവിറ്റി, ഓരോ കമ്മ്യൂണിറ്റി റിസർവേഷൻ, NRI, മൈനോറിറ്റി എന്നിവ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം മെയ് മാസം അവസാനത്തോടു കൂടി കേരള എൻട്രൻസ് കമ്മീഷണർ നൽകുകയും ചെയ്യും. ജനറൽ വിഭാഗത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തീർന്നു കഴിഞ്ഞാലും എന്നാൽ കമ്മ്യൂണിറ്റി റിസർവേഷനോ സ്പെഷ്യൽ റിസർവേഷനോ ഉള്ള കുട്ടികൾക്ക് നമ്മൾ തൊട്ട് മുമ്പത്തെ വിൻഡോയിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. OBC നോൺ ക്രീമി ലെയർ, അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ എന്നീ വിഭാഗങ്ങൾ നിർബന്ധമായും വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. OEC റിസർവേഷൻ കിട്ടാനായി ഇൻകം സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. SC ST വിഭാഗങ്ങൾ തഹസീൽദാർ എന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ദയവായി അപ്ലോഡ് ചെയ്യാവൂ. കേരളത്തിലെ മെഡിക്കൽ വിഭാഗത്തിൽ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലെ മെഡിക്കലിൻ്റെയും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്ചറിനും കീം 2024 ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വിധമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള
ഓരോ റിസർവേഷനെ സംബന്ധിച്ചുള്ള വീഡിയോകളും ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ കമ്മ്യൂണിറ്റി റിസർവേഷൻ, നേറ്റിവിറ്റി, NRI, മൈനോറിറ്റി, അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് റിസർവേഷൻ, എക്സ് സർവീസ്മെൻ റിസർവേഷൻ, SD റിസർവേഷൻ, DK റിസർവേഷൻ, അങ്ങനെ അതുപോലെ കൃഷിക്കാരുടെ മക്കൾക്കായിട്ടുള്ള റിസർവേഷൻ, രജിസ്റ്റേർഡ് ഫിഷർമാൻമാരാണെങ്കിൽ ഫീസ് അടയ്ക്കാതെ പഠിക്കേണ്ട രേഖകൾ, ഓരോ റിസർവേഷനുകളെ കുറിച്ച് അറിയാനായിട്ട് ബ്രില്യൻ പാലയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.